പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വിശ്വാസികളെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കാത്തതിൽ പ്രതിഷേധം. VIP വരുന്നുണ്ട് എന്ന് കരുതി ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്ന് വിശ്വാസികൾ. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് സെന്നും കുടുംബങ്ങളും അടക്കം മടങ്ങിപ്പോയി. So what are they telling the police? They have been telling for the last one from 8 o'clock, 5 minutes, 5 minutes, 5 minutes. And I don't know how, if we are letting, after the PM goes in, how is that security management? It is more dangerous, but they don't think. CNI സഭയുടെ ഡൽഹി നോർത്ത് അവന്യൂവിലുള്ള റിഡംഷൻ കത്തീഡ്രൽ ചർച്ച് സന്ദർശിച്ച് മോദി മടങ്ങി. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ. ഹൈക്കോടതി ജസ്റ്റിസ് അടക്കം തിരികെ പോയ ഒരു അവസ്ഥയും ഉണ്ടായി. പ്രതിഷേധിച്ച് മടങ്ങിപ്പോവുകയായിരുന്നോ അതോ മോദിയുടെ സന്ദർശനത്തിന് ശേഷം ഇവർക്ക് പ്രവേശനം അനുവദിച്ചോ? പ്രതിഷേധിച്ച് മടങ്ങിപ്പോവുകയായിരുന്നു. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സെന്നും കുടുംബവുമാണ് മടങ്ങിപ്പോയത്. അവർ 8 മണിയോടുകൂടി ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. എന്നാൽ 8:30 പ്രധാനമന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ബാരിക്കേഡ് വെച്ച് സെന്നിൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ അവിടെ തടഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടിയുള്ള സൗകര്യമൊരുക്കണം, ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യമുണ്ട്, അകത്തേക്ക് കടത്തി വിടണമെന്ന് ജസ്റ്റിസ് സെന്നും കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളും ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് അതിന് തയ്യാറായില്ല. ഏതാണ്ട് 8:50 കുറച്ചാളുകളെ പള്ളിക്ക് സമീപത്തേക്ക്, പള്ളിക്കകത്തേക്കല്ല പള്ളിക്ക് സമീപത്തേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റിസ് സെന്നും കുടുംബവും തിരികെ പോവുകയായിരുന്നു. അതും കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷമാണ് പ്രധാനമന്ത്രി പോയതിനു ശേഷം വിശ്വാസികളെ അകത്തേക്ക് കയറ്റിവിട്ടത്. എന്തായാലും ഞങ്ങൾക്ക് ഈ കുർബാനയുടെ ഭാഗമാകണ്ടേ, അത് ഞങ്ങളുടെ അവകാശമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. എന്തായാലും ഈ സമയത്ത് പ്രധാനമന്ത്രി പള്ളിയിലേക്ക് എത്തുകയും ആരാധനയിൽ പങ്കെടുക്കുകയും അദ്ദേഹം അവിടെയുള്ള വൈദികരുമായി സംസാരിക്കുകയും ചെയ്ത് തിരികെ പോവുകയായിരുന്നു. ശരി, അനൂപ് ദാസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.